ലോകത്ത് ഏറ്റവും കൂടുതൽ പശുപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. എന്നാൽ പല സംസ്ഥാനങ്ങളിലും പശുവിനെ കൊല്ലുന്നതും ഭക്ഷണമാക്കുന്നതുമൊക്കെ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ബീഫ് എന്ന് പറഞ്ഞാൽ പോത്തിന്റെ ഇറച്ചിയാണ്. പക്ഷേ പുറം നാടുകളിൽ കൂടുതലായും ബീഫ് എന്ന് പറയുന്നത് പശുവിൻ്റെ ഇറച്ചിയെയാണ്. അതിനാൽ തന്നെ അമേരിക്ക, കാനഡ, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ലക്ഷക്കണക്കിന് പശുക്കളെ ഭക്ഷണത്തിനായും മറ്റും കൊല്ലുന്നതും വിൽക്കുന്നതും പതിവാണ്. 2024 കണക്കുകൾ പ്രകാരം ലോകത്തിലെ മുഴുവൻ കൗമീറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് $445 ബില്യൺ, അഥവാ ഏകദേശം 37 ലക്ഷം കോടി ഇന്ത്യൻ രൂപയിലധികമാണ്. കൂടാതെ അമേരിക്ക, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ പശുവിൻ്റെ തൊലി ഉപയോഗിച്ച് പലതരത്തിലുള്ള പ്രൊഡക്റ്റുകളും നിർമ്മിക്കാറുമുണ്ട്. നമ്മൾ ഇന്ത്യക്കാർ അധികം കേട്ട് പരിചയമില്ലാത്ത, കണ്ടാൽ അത്ഭുതം തോന്നുന്ന പുറം രാജ്യങ്ങളിലെ കൗഫാമുകളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ആദ്യം നമുക്ക് അത്ര പരിചിതമല്ലാത്ത പശുക്കളുടെ തൊലി ഉപയോഗിച്ച് എങ്ങനെയാണ് ലെതർ നിർമ്മിക്കുന്നത് എന്ന് കാണാം. ചൈന, അമേരിക്ക, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലാണ് പ്രധാനമായും കൗ ഹൈഡ്സ് ലെതർ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഈ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ കൗ ഫാമുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ലെതർ നിർമ്മിക്കാനായി ആദ്യം പശുക്കളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. സ്ലോട്ടർ ഹൗസ് എന്ന് വിളിക്കുന്ന സ്ഥലങ്ങളിൽ വെച്ചാണ് പശുക്കളെ കൊല്ലാറുള്ളത്. പശുക്കൾ ചത്തുകഴിഞ്ഞാൽ ഈ മാംസവും തോലും ഒരു കണ്ടെയ്നർ ട്രക്കിൽ കയറ്റി മറ്റൊരു ഫാക്ടറിയിലേക്ക് അയക്കുന്നു. ഈ ഫാക്ടറിയിലാണ് യഥാർത്ഥ പ്രോസസ്സിംഗ് ആരംഭിക്കുന്നത്. ആദ്യം ഭക്ഷണത്തിനാവശ്യമായ ഇറച്ചി വേർതിരിച്ച ശേഷം ഇവയുടെ തൊലി ഉപയോഗിച്ച് ലെതർ ഉണ്ടാക്കാൻ മറ്റൊരു സെക്ഷനിൽ ആരംഭിക്കുന്നു. അതിനായി ഈ പശുക്കളുടെ തോലുകൾ ഒരു വലിയ കണ്ടെയ്നറിലാക്കി പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. സത്യത്തിൽ ഒരുപാട് പശുക്കളുടെ തൊലികളായിരിക്കും ഒരു കണ്ടെയ്നറിൽ തന്നെ ഉണ്ടായിരിക്കുക. ശേഷം ഈ തൊലികളെ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ് ആരംഭിക്കുന്നു. ആദ്യം ഈ തൊലികൾ വെള്ളം ഉപയോഗിച്ച് ഈ ടാങ്കുകളിലാണ് വൃത്തിയാക്കാനിടുന്നത്. ശേഷം ഫ്ലഷിംഗ് എന്ന പ്രോസസ്സ് വഴി ഈ തൊലികളിൽ ബാക്കിയുള്ള ഇറച്ചി കഷ്ണങ്ങളും കൊഴുപ്പും കളഞ്ഞ് തോല് മാത്രം ആക്കി മാറ്റിയെടുക്കുന്നു. അടുത്ത പ്രോസസ്സാണ് ടാനിങ്. തോല് വൃത്തിയാക്കി കഴിഞ്ഞാൽ വലിയ റൊട്ടേറ്റിംഗ് ഡ്രമ്മുകളിൽ വെള്ളവും ടാനിങ് കെമിക്കലുകളും ചേർത്ത് അതിലിടും. ടാനിങ് കെമിക്കലുകൾ എന്ന് പറയുന്നത് ക്രോമിയം സാൾട്ടുകൾ പോലുള്ള കെമിക്കലുകളോ അല്ലെങ്കിൽ പ്രത്യേക മരത്തിൻ്റെ തോലിൽ നിന്നെടുക്കുന്ന ടാനിനുകളോ ആവാം. ഈ ഡ്രമ്മുകൾ കറങ്ങുമ്പോൾ ഈ മരുന്നുകൾ തോലിൻ്റെ ഉള്ളിലേക്ക് നന്നായി ഇറങ്ങിച്ചെല്ലും. ഇങ്ങനെ ചെയ്യുന്നത് തോലിനെ നല്ല ബലമുള്ളതും വഴക്കമുള്ളതും ചീഞ്ഞു പോകാത്തതുമാക്കി മാറ്റിയെടുക്കുന്നു. അടുത്തതായി സാമിങ് എന്ന പ്രോസസ്സ് വഴി ലെതറിനെ ഒരു പ്രസ് മെഷീനിലൂടെ കടത്തിവിടുന്നു. ഇതിൽ വലിയ റോളറുകൾ ഉണ്ടാകും. ഇവ ലെതറിലുള്ള അധിക വെള്ളം മുഴുവൻ ഞെക്കിപ്പിഴിഞ്ഞ് കളയുന്നു. അപ്പോൾ ലെതറിന് കനം കുറയുകയും അടുത്ത പ്രോസസ്സ് ചെയ്യാൻ എളുപ്പമാവുകയും ചെയ്യും. ശേഷം ലെതറിൻ്റെ വലിപ്പവും കനവുമൊക്കെ ഒരു മെഷീൻ വെച്ച് അളക്കുകയും പിന്നീട് ഇതിനെ ഷൂവിനോ ബാഗിനോ ബെൽറ്റിനോ എന്തിനാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് തൊഴിലാളികൾ ആവശ്യമുള്ള രൂപത്തിലും വലുപ്പത്തിലും മുറിച്ചെടുക്കും. എന്തെങ്കിലും കേടുപാടുകളോ ഒരേപോലെയല്ലാത്ത നിറങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കഷ്ണങ്ങൾ മാറ്റിവെച്ച് നല്ല ഗുണനിലവാരമുള്ളവ തിരഞ്ഞെടുക്കുന്നു. നെക്സ്റ്റ് പ്രോസസ്സാണ് സ്പ്ലിറ്റിംഗ്. ചിലപ്പോൾ ലെതറിന് ആവശ്യമുള്ളതിലും കൂടുതൽ കനമുണ്ടാകും. അപ്പോൾ സ്പ്ലിറ്റിംഗ് മെഷീനിലൂടെ ലെതറിനെ കടത്തിവിട്ട് നേർത്ത ലെയറുകളാക്കി മാറ്റുന്നു. ഏറ്റവും മുകളിലുള്ള ലെയറായ ഗ്രെയിൻ സൈഡ് നല്ല വില കൂടിയ സാധനങ്ങൾ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. താഴെയുള്ള ലെയറായ സ്പ്ലിറ്റ് ലെയർ വില കുറഞ്ഞ സാധനങ്ങൾക്കാണ് സാധാരണ ഉപയോഗിക്കുക. ശേഷം ലെതറിൻ്റെ കനം എല്ലാ ഭാഗത്തും ഒരുപോലെയാക്കാൻ ഒരു ഷേവിംഗ് മെഷീനിലൂടെ ഇവ കടത്തിവിടുന്നു. ഈ മെഷീന് റൊട്ടേറ്റിംഗ് ബ്ലേഡുകൾ ഉണ്ടാകും. ഇത് ലെതറിൻ്റെ ഉൾവശത്ത് നിന്ന് ചെറിയ കഷ്ണങ്ങൾ വെട്ടിമാറ്റി നല്ല മിനുസവും ഒരേ ഭാരവും ആക്കിയെടുക്കും. അടുത്തതായി ലെതറിനെ വീണ്ടും ഡ്രമ്മുകളിലേക്ക് മാറ്റി ഡ്രൈ ചെയ്യുന്നു. ലെതറിനെ കൂടുതൽ മൃദുവാക്കാനും ബലം കൂട്ടാനും വേണ്ടി ചില കെമിക്കലുകളും ടാനിനുകളും വീണ്ടും ചേർക്കാറുണ്ട്. ഇത് ലെതറിനെ കൂടുതൽ ഭംഗിയുള്ളതും തൊടാൻ നല്ല സോഫ്റ്റ് ആക്കി മാറ്റിയെടുക്കുകയും ചെയ്യുന്നു. ഫാഷൻ സാധനങ്ങൾക്കോ ഫർണിച്ചറിനോ ഒക്കെ ഇത് വളരെ പ്രധാനമാണ്. ഡൈയിങ്ങും റീടാനിങ്ങും ഒക്കെ കഴിഞ്ഞാൽ ലെതർ വീണ്ടും നനഞ്ഞിരിക്കും. അപ്പോൾ ആദ്യത്തെ പോലെ വീണ്ടും സാമിങ് പ്രോസസ്സ് ചെയ്ത് അധികമുള്ള വെള്ളം മാറ്റിയെടുക്കുന്നു. അതിനുശേഷം സെറ്റിംഗ് ഔട്ട് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യും. അതായത് മെഷീൻ ഉപയോഗിച്ചോ കൈകൊണ്ടോ ലെതറിനെ നന്നായി വലിച്ചു നീട്ടി പരത്തി മിനുസപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ഈ ലെതറിനെ ഒരു വാക്വം ഡ്രൈയിങ് മെഷീനിൽ വെച്ച് ഉണക്കുന്നു. ഇത് ലെതറിലുള്ള നനവ് വേഗത്തിൽ വലിച്ചെടുക്കും.
ഈ സമയത്ത് ലെതറിൽ കളറുകൾ ചേർക്കാറുണ്ട്. വാക്വം ഡ്രൈയിങ് കഴിഞ്ഞാലും ലെതറിൽ കുറച്ച് നനവ് ബാക്കിയുണ്ടാകും. അത് മാറ്റാൻ ലെതറിനെ കാറ്റത്ത് ഉണക്കാൻ ഇടാറുണ്ട്. നല്ല വായു സഞ്ചാരമുള്ള ഒരിടത്ത് തൂക്കിയിടുകയോ ഫാനിൻ്റെ അടിയിലോ അല്ലെങ്കിൽ പരത്തിയിടുകയോ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ലെതറിൻ്റെ ഏറ്റവും അവസാനത്തെ പണിയാണ് ഫിനിഷിംഗ്. ഇതിൽ ലെതറിൻ്റെ മുകളിൽ ചില കോട്ടിങ്ങുകളോ പോളിഷുകളോ നൽകും. തിളക്കം കൂട്ടാനും വെള്ളം കടക്കാതിരിക്കാനും അല്ലെങ്കിൽ ഒരു പ്രത്യേക ടെക്സ്ചർ കിട്ടാനും ഇതിൽ പലതും സ്പ്രേ ചെയ്യുകയോ റോൾ ചെയ്യുകയോ ചെയ്യാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാലാണ് ഈ പശുവിൻ്റെ തൊലി നിർമ്മിച്ചുണ്ടാക്കുന്ന ലെതർ ഷൂവോ ജാക്കറ്റോ ഫർണിച്ചറുകളോ മറ്റോ ഉണ്ടാക്കാൻ തയ്യാറാകുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മുൻപ് അറിയാമായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വിദേശ രാജ്യങ്ങളിൽ മാംസത്തിനായി ഹൈ ടെക്നോളജി ഉപയോഗിച്ച് പശുക്കളെ എങ്ങനെയാണ് വളർത്തുന്നത് എന്ന് കാണാം. പുറം രാജ്യങ്ങളിൽ പശുവിനെ വളർത്തുന്നതും അവയെ കൊന്ന് ഇറച്ചിയാക്കുന്നതും ഭൂരിഭാഗവും മെഷീനുകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇവിടങ്ങളിൽ ഫാമുകളിൽ പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഓട്ടോമേറ്റഡ് ഫീഡിംഗ് സിസ്റ്റം വഴിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ പശുവിനും കൃത്യമായ പോഷകങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇതിനു പുറമെ ഓരോ പശുവും എത്ര തീറ്റ കഴിച്ചു എന്ന് നോക്കി ആവശ്യമെങ്കിൽ ആഹാരത്തിൻ്റെ അളവ് മാറ്റിക്കൊടുക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാകും. ഇത് ഇവയുടെ തീറ്റ വേസ്റ്റായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. എന്തിനേറെ പറയണം, പശുക്കളെ വൃത്തിയായി സൂക്ഷിക്കാനായി ഇപ്പോൾ ഓട്ടോമാറ്റിക് ഗ്രൂമിംഗ് മെഷീനുകളാണ് ഉപയോഗിക്കുന്നത്. ഈ യന്ത്രങ്ങൾ സോഫ്റ്റായ ബ്രഷുകൾ ഉപയോഗിച്ച് പശുവിൻ്റെ ദേഹത്തുള്ള അഴുക്ക്, ചെളി, പൊഴിഞ്ഞ രോമങ്ങൾ എന്നിവയെല്ലാം വൃത്തിയാക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു മസാജിങ് പോലെ. അതുപോലെ അണുക്കളോ പ്രാണികളോ വരാതെ നോക്കാനും ഇവിടെ സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ പശുക്കൾക്ക് അവിടെ സ്വർഗജീവിതമാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥ ട്വിസ്റ്റ് വരാനിരിക്കുന്നതേയുള്ളൂ. നമ്മുടെ നാടുകളിലൊക്കെ കന്നുകാലികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ മുറിവുകളോ സംഭവിച്ചാൽ അത് നമ്മൾ തന്നെ കണ്ടെത്തി പരിഹരിക്കണമല്ലോ. എന്നാൽ പുറം രാജ്യങ്ങളിലെ ഇത്തരത്തിലുള്ള കൗ ഫാമുകളിൽ മോഡേൺ മെഷീനുകളിലെ സെൻസറുകൾ ഉപയോഗിച്ച് പശുവിൻ്റെ തൊലിയിൽ മുറിവുകളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിച്ച് കർഷകരെ അറിയിക്കുകയാണ് ചെയ്യുക. അതുപോലെ ഇതിലെ മറ്റൊരു വിചിത്രമായ പ്രോസസ്സാണ് കുളമ്പ് വൃത്തിയാക്കൽ. പശുക്കളുടെ കുളമ്പുകൾ അസുഖം വന്നാൽ അത് അവയുടെ ആരോഗ്യത്തെയും വളർച്ചയെയും ബാധിക്കുമെന്നതിനാൽ ഈ പണി എളുപ്പമാക്കാൻ ഇപ്പോൾ ഓട്ടോമേറ്റഡ് ഹൂഫ് കട്ടിംഗ് മെഷീനുകളുമുണ്ട്. ഈ മെഷീനുകൾ ഇവയുടെ കുളമ്പുകൾ കൃത്യമായി വെട്ടിക്കളയും. ഓരോ പശുവിൻ്റെയും കുളമ്പിൻ്റെ അളവിനനുസരിച്ചാണ് കട്ടിംഗ് മെഷീൻ പ്രവർത്തിക്കുക. ചില സിസ്റ്റങ്ങളിൽ കുളമ്പിൻ്റെ ഹെൽത്ത് ചെക്ക് ചെയ്യാൻ ഡിജിറ്റൽ മോണിറ്ററുകളും സെൻസറുകളും ക്യാമറകളും ഒക്കെ ഉണ്ടാകും. ഇത് പരിശോധിച്ച് മുടന്തോ തൂക്കം ഒരുപോലെയല്ലാത്ത അവസ്ഥയോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനും കഴിയും. കൂടാതെ ഒരു പശുവിൻ്റെ വളർച്ചയും ആരോഗ്യവും മനസ്സിലാക്കാൻ അതിൻ്റെ തൂക്കം അറിയേണ്ടതും വളരെ പ്രധാനമാണ്. ഇപ്പോൾ തൂക്കം നോക്കാൻ ഓട്ടോമാറ്റിക് വെയ്റ്റ് മെഷർമെൻറ്റ് സിസ്റ്റങ്ങളുമുണ്ട്. ഒരു പശു ഈ മെഷീൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോൾ തന്നെ അതിൻ്റെ ഭാരം ലോഡ് സെല്ലുകളും സെൻസറുകളും ഉപയോഗിച്ച് രേഖപ്പെടുത്തും. ഈ ഡാറ്റകൾ ഉടൻ തന്നെ കമ്പ്യൂട്ടറുകളിലേക്കോ മൊബൈൽ ആപ്പിലേക്കോ അപ്ഡേറ്റഡ് ആവുകയും ചെയ്യുന്നു. ഇനിയാണ് ഇവരുടെ സ്വർഗജീവിതം അവസാനിച്ച് നരക ജീവിതത്തിലോട്ട് കടക്കുന്നത്. പശുക്കളെ ഇറച്ചിയാക്കാൻ തയ്യാറാകുമ്പോൾ അവയെ മീറ്റ് കട്ടിംഗ് ഫാക്ടറികളിലേക്ക് മാറ്റുന്നു. ഇത്തരം ഫാക്ടറികളിൽ ഈ ജോലിക്ക് യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അറുക്കുന്നത് മുതൽ ഇറച്ചി മുറിച്ചെടുത്ത് പാക്ക് ചെയ്യുന്നത് വരെയുള്ള എല്ലാ ജോലികളും മെഷീനുകൾ തന്നെയാണ് ചെയ്യാറുള്ളത്. എങ്കിലും ഈ മാംസത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാൻ പ്രത്യേകം ടീമുകൾ ഉണ്ടാകും. അവർ ടെമ്പറേച്ചർ സ്കാനറുകൾ ഉപയോഗിച്ച് ബാക്ടീരിയകളോ കേടുപാടുകളോ ഉണ്ടോ എന്നെല്ലാം പരിശോധിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ മാംസം ഒഴിവാക്കുകയാണ് ചെയ്യുക. ഏതായാലും നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള കൗ ഫാമുകൾ വരുന്നതിനെക്കുറിച്ചും ലെതർ നിർമ്മിക്കുന്നതിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.